RSP ആറ്റിങ്ങൽ മണ്ഡല സെക്രട്ടറിയും അഖില കേരള കർഷക തൊഴിലാളി യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ അനിൽ ആറ്റിങ്ങലിന് സ്റ്റേറ്റ് ഫോർവേഡിലേക്ക് സ്വാഗതം. സർ, കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാർ ആറ്റിങ്ങൽ മണ്ഡലത്തിലും ഇടതുമുന്നണിയുടെ പ്രതിനിധിയാണ് MLA ആയി പ്രതിനിധീകരിക്കുന്നത്. അങ്ങയുടെ ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ ഒന്ന് പറയാം. ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യം പറയാനുണ്ട്. കാരണം 9 വർഷമായി ഇടതുപക്ഷമാണ് നമ്മൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ MLA. ഈ 9 വർഷം കൊണ്ട് ആറ്റിങ്ങൽ വികസന പ്രവർത്തനങ്ങളിലൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ MLA OS അംബികയായാലും അതിന് മുന്നുള്ള MLA സത്യനായാലും ഈ മണ്ഡലത്തിൽ വികസനങ്ങൾ ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. കാരണം ഇതിനു മുമ്പ് UDF അധികാരത്തിലിരിക്കുമ്പോൾ ശ്രീ വക്കം പി പുരുഷോത്തമനും ശരത്ചന്ദ്ര പ്രസാദ് MLA ആയിരുന്ന സ്ഥലമാണ്. ഈ വക്കം പി പുരുഷോത്തമൻ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളല്ലാതെ ഒരു പ്രവർത്തനം പോലും ഇതുവരെയായി ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. സാധാരണ ജനങ്ങളുടെ അത്താണിയായ ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് അങ്ങ് പല ഇടപെടലും നടത്തിയിട്ടുള്ളതായി അറിയാൻ കഴിയുന്നു. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാം. അതെ, RSP മണ്ഡല സെക്രട്ടറി ആയതിനു ശേഷം ഞാൻ നല്ല ഇടപെടലുകൾ ഈ വലിയകുന്ന് ആശുപത്രിയെക്കുറിച്ച് നടത്തി. കാരണം അവിടെ രാത്രികാലങ്ങളിൽ ഡോക്ടർ ഇല്ലാത്തെന്ന് പറയുന്നത് വലിയ ഒരു കഷ്ടപ്പാടാണ്. കാരണം ഈ വലിയകുന്ന് ആശുപത്രി താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയതിനു ശേഷം പല പ്രദേശങ്ങളിൽ നിന്നും നമ്മൾ അതിൻ്റെ കിളുമാനൂർ, വർക്കല, പല പ്രദേശങ്ങളിൽ നിന്നാണ് അവിടെ രാത്രിയും പകലുമായി ഇഷ്ടംമാതിരി രോഗികൾ വരുന്നത്. പക്ഷേ അവരെ ചികിത്സിക്കാൻ അതിൻ്റെ സംവിധാനങ്ങൾ ആ ആശുപത്രിയിലില്ല. അതുപോലെ തന്നെ ഡോക്ടറില്ല. രാത്രി ഒരു ഡോക്ടർ മാത്രമാണ് ആ ആശുപത്രിയിലുള്ളത്. എന്ത് വന്നാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു വലിയ ഏർപ്പാട് അവിടെ നടത്തിക്കൊണ്ടിരുന്നവർ. ഞാനത് പല പ്രാവശ്യം അവിടെ പോവുകയും ഇടപെടുകയും അവർക്കുമായിട്ട് സംസാരിക്കുമായി സൂപ്രണ്ടുമായി നല്ലൊരു വാഗ്വാദത്തിന് തന്നെ തയ്യാറായിട്ടുണ്ട്. അത്ര രീതിയിലുള്ള പ്രവർത്തനം RSPയുടെ ഭാഗത്ത് ഞങ്ങൾക്ക് നടത്താൻ കഴിയും. ഇപ്പോഴും അവിടെ അനധികൃതമായി പൈസ പിരിവ് കഴിഞ്ഞാൽ വണ്ടി പാർക്കിംഗ് ചെയ്തതിന് ഫീസ്, അത് തന്നെ എന്തെടുത്താലും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പൈസ വേണം. കഴിഞ്ഞപ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഒരു ലാബിൽ ചെയ്യുന്ന എല്ലാ ടെസ്റ്റിനും അതേ എമൗണ്ട് രീതിയിലാണ് ഈ വലിയകുന്ന് ആശുപത്രിയിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആറ്റിങ്ങൽ ഈ താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസിൻ്റെ സേവനം സാധാരണ ജനങ്ങൾക്ക് കിട്ടാറുണ്ടോ? അവിടെ 108 എന്ന് പറഞ്ഞ ആംബുലൻസ് ഉണ്ട്. ഈ ആംബുലൻസ് സാധാരണ ആൾക്കാർക്ക് കിട്ടാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പ്രൈവറ്റ് ആംബുലൻസുകൾ ഒത്തിരി അവിടെ തമ്പിളിച്ചിരിക്കും. കാരണം ആ കാഷ്വാലിറ്റിയുടെ അകത്ത് ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് ഇരിക്കുന്നത്. ഞാൻ ഒരു രാത്രിയിൽ പോയി ഈ വലിയകുന്ന് ആശുപത്രിയുടെ ആംബുലൻസ് എണ്ണിയ ആളാണ്. ഒരു 10-17 ആംബുലൻസ് ഇങ്ങനെ ആ വലിയകുന്ന് ആശുപത്രിയുടെ മുന്നിൽ കിടക്കും. ആ ഡ്രൈവറെല്ലാം ഇരിക്കുന്നത് ഈ കാഷ്വാലിറ്റി ഫ്രണ്ടിലാണ്. ഇവരെ ഒരേ ആൾക്കാരെ പേര് വിളിച്ചാണ് ഇവർക്ക് ഈ ആംബുലൻസിൻ്റെ ഓട്ടം കൊടുക്കുന്നത്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ 2000 രൂപയാണ്. അവിടെ ചെന്ന് ഈ ആളിനെ ഇറക്കിയിട്ട് ഈ ആംബുലൻസ് തിരിച്ചു വരും. അപ്പോൾ 250 രൂപ ഇവർക്ക് കൈക്കൂലി കിട്ടും. ആ രീതിയാണ് വലിയകുന്ന് ആശുപത്രി നടക്കുന്ന രീതി. നല്ല ഇടപെടൽ ആ നാളികേര കോംപ്ലക്സിന് വേണ്ടി നടത്തി. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് നല്ല അറിയാം. 1978 ശ്രീ വക്കം പി പുരുഷോത്തമനാണ് നാളികേര കോംപ്ലക്സിനെ കൊണ്ടുവന്നത്. ഈ നാളികേര കോംപ്ലക്സ് കൊണ്ടുവന്നാൽ അത് അന്ന് ഈ കൊട്ടാരം വകയായിരുന്ന ആ സ്ഥലം, ആ 5 ഏക്കർ സ്ഥലത്ത് ബിൽഡിങ്ങുകളും മെഷീനറികളും ഫിറ്റ് ചെയ്ത് നല്ലൊരു സ്ഥാപനമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ കോരാണിയിൽ വരുമ്പോഴും ആലങ്കോട് വരുമ്പോഴും ആ മാമത്താട്ടുന്ന നാളികേര കോംപ്ലക്സിൻ്റെ എണ്ണയുടെ മണം നമുക്ക് അനുഭവിക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് അത് കാട് പിടിച്ച് അത് ആ മൊത്തം മെഷീനറി തുരുമ്പിടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയെ കിടക്കുകയാണ്. അത് ചോദിച്ചു വരുമ്പോഴാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ ആറ്റിങ്ങൽ മാമം നാളികേര കോംപ്ലക്സിൻ്റെ നിലവിലുള്ള അവസ്ഥ, അതിനെക്കുറിച്ചൊന്ന് വിവരിക്കുകയും അത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവിടെ കേറ്ററക്ക് തൊഴിലാളി യൂണിയൻ അങ്ങയുടെ നേതൃത്വത്തിലുള്ളതാണ്. അതെ, ഇപ്പം ഞാൻ മണ്ഡല സെക്രട്ടറി ആയതിനു ശേഷമാണ് അവിടെ UTUസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു യൂണിയൻ ഞങ്ങളവിടെ ഉണ്ടാക്കിയത്.
അവിടെ യൂണിയന് ഈ പണ്ട് കാലത്ത് നല്ല യൂണിയൻ പ്രവർത്തനം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ആറ്റിങ്ങൽ നാളുകര കോംപ്ലക്സിന് മുൻവശം. പക്ഷേ ഇന്ന് ആ യൂണിയൻ എല്ലാം പോയി. കാരണം അവിടെ ഇപ്പോൾ അങ്ങനെ ജോലി അതിനകത്തില്ല, പുറമേയുള്ള ജോലികൾ ചെയ്താണ്. എന്നാലും UTUCക്ക് എടുത്തു പറയാൻ പറ്റിയ യൂണിയൻ ആറ്റിങ്ങൽ മാമത്ത് ഇപ്പോൾ ഉണ്ട്. പൊതുവായി ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ വികസന ചർച്ചയെക്കുറിച്ച് ഒരു 2-3 വാക്കിൽ അങ്ങേക്ക് പറയാമോ? ആറ്റിങ്ങൽ മണ്ഡലത്തിൽ യഥാർത്ഥം പറഞ്ഞാൽ വികസനമില്ല, ഇത് തന്നെ പറയേണ്ടി വരും. കാരണം പിണറായി ഗവൺമെൻറ് 9 വർഷമായി ഈ കേരളത്തിൽ അധികാരത്തിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ MLAമാർ അതിനകത്ത് മനസ്സ് വയ്ക്കണം. നമ്മളൊരു മണ്ഡലം നമുക്ക് ജയിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്നും ആ മണ്ഡലത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ വേണമെന്ന് ഈ MLAമാർ സ്വപ്നം കണ്ടേ പറ്റൂ. അവർ ചെന്ന് കട്ടിലേക്ക് കിടന്ന് ഉറങ്ങിയാൽ പോരാ. പക്ഷേ അവർ ഈ മണ്ഡലത്തെക്കുറിച്ച് അവർക്കൊരു ധാരണ വേണം. ആ മണ്ഡലത്തിൽ എന്തൊക്കെ വരണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണോ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണോ, എന്താണ് ഈ മണ്ഡലത്തിൻ്റെ പോരായ്മ എന്ന് നോക്കിക്കൊണ്ടൊരു ഒരു മണ്ഡലത്തെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ മണ്ഡലമായി നിലനിർത്താൻ പറ്റൂ. താങ്ക് യു.